ശരീരം മറക്കാറുണ്ടോ? പടച്ചവരെ 3-4 പെറ്റ ഉമ്മയുടെ കോലം കണ്ടാ പോലും അത്ഭുതമാണല്ലോ. ചെറുപ്പക്കാരികൾ പോലെ തോറ്റുപോകുന്ന രീതിയിൽ 40-50 വയസ്സുള്ള ഉമ്മമാര് പോലും ഈ പടച്ചവരെ ഈ മൂവാറ്റുപുഴയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാനെ മറക്കല്ലേ പൊന്നുമോള്. പടച്ചവരെ പേടിച്ച് ജീവിക്കു പൊന്നുമോള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അള്ളാനെ പേടി വേണം പൊന്നുമോര്. നിന്റെ ജീവിതം എങ്ങനെയാടാ? നിന്റെ മുടി എങ്ങനെയാടാ? നിന്റെ താടി എങ്ങനെയാടാ? നിന്റെ ഉടുപ്പ് എങ്ങനെയാടാ? നീ ധരിച്ചിരിക്കുന്ന പാന്റ് എങ്ങനെയുള്ളതാ? നീ ഇട്ടിരിക്കുന്ന ചെരുപ്പ് എങ്ങനെയുള്ളതാ? ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അല്ലാഹുവേ, ആ സിനിമാതാരം ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ട് പോടുന്ന എന്റെ പ്രിയമുള്ള യുവത്വമേ, അല്ലാഹുവേ, എന്റെ പെങ്ങന്മാര്, കാമുകനില്ലാത്ത പെണ്ണുങ്ങളില്ലല്ലോ. കാമുകനില്ലെന്ന് ഇന്ന് പ്രണയമില്ലെന്ന് പറയുന്നത് റബ്ബേ ഒരു മാനക്കേടായി കാണുന്ന കാലമല്ലേ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, വേണ്ട പൊന്നുമോള്, വേണ്ട പൊന്നുമോള്. അല്ലാഹുവേ, പടച്ചവരെ 3-4 പെറ്റ പെണ്ണുങ്ങൾ പോലും ഇന്ന് മുസ്ലിങ്ങളുടെ കൂടെ ഒളിച്ചോടുന്ന കാലമാണല്ലോ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നാശമല്ലാതെ ഒന്നുമില്ല. എങ്ങനെ കഴിയുന്ന പെങ്ങള് 5 നേരം നിസ്കരിച്ച് പടച്ചവന്റെ മുന്നിൽ മുസ്ലിമാണെന്ന് പറഞ്ഞു സുജൂദ് ചെയ്തുകൊണ്ട് നടന്ന നിനക്ക് ദീനിനെ വലിച്ചെറിയാൻ എങ്ങനെ കഴിയുന്ന പെങ്ങള്? എങ്ങനെ കഴിയുന്ന പൊന്ന്? അള്ളാന്റെ ദീനിനെ ചവിട്ടിത്തേക്കാര് എങ്ങനെയാ വഴിപിടയ്ക്കാതിരിക്കുക? ഇന്ന് പെണ്ണുങ്ങളുടെ ഹൃദയത്തിനകത്ത് വിടുവനും സീരിയൽ നടിമാരല്ലേ. എങ്ങനെയാണ് നമ്മുടെ മക്കള്, എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന്, എങ്ങനെയാണ് കള്ളത്തരങ്ങൾ കാണിക്കേണ്ടതെന്ന് പ്രായമുള്ള ഉമ്മയ്ക്ക് പോലും പരസ്പരവും ചന്ദനമഴയും കാണാതെ കിടന്നുറങ്ങാൻ കഴിയില്ലല്ലോ. എന്റെ പൊന്നുമോളെ ദീപിയെ പോലെ ആക്കണമെന്ന് പരിശ്രമിക്കുന്ന എന്റെ പ്രിയമുള്ള പെങ്ങള്, എന്റെ പെങ്ങൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരട്ടെ. നിന്നെ പോലെയുള്ളവളല്ല, നിന്നെ പോലെയുള്ളവളല്ല. അല്ലാഹുവെ പേടിച്ച് വരുന്നവനും പോകുന്നവനുമല്ല. ഒരു ഭാര്യയും ഭർത്താവിനെയും വസ്ത്രങ്ങൾ അടിച്ചു മാറ്റിയിട്ടു പേപ്പട്ടിക തല്ലുന്നത് പോലെ പടച്ചവരെ വരുന്നവനും പോകുന്നവനുമല്ല മരുഭൂമിയിലിട്ട് തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടുത്തേക്ക് ചെല്ലുമ്പോ ആരെയും അറിയുവോ? മഹ്ദി സുമയ്യ റളിയല്ലാഹു തആല അൻഹാ. അറിയുവോ പൊന്നുമോളെ, അറിയുവോ പൊന്നുമോളെ? വളർന്നു വരുന്ന മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ സിനിമാ താരങ്ങളുടെയും സീരിയൽ നടിമാരുടെയും കഥ പറയാതെ പൊന്നുമോളെ സുമയ്യ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കട്. അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുമ്പോ മുസ്ലിം ആയതിന്റെ പേരിൽ ഭാര്യയും ഭർത്താവിനെയും ചുട്ടുപടുക്കിടക്കുന്ന മലരാരണ്യത്തിലിട്ടതാ തല്ലിച്ചതയ്ക്കുകയാ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ അമ്മാർ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തലകീഴായിട്ട് ഇങ്ങനെ തീക്കകത്തേക്ക് കെട്ടിയിറക്കുകയാ. പടച്ചവരെ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് മുസ്ലിമായി പോയതിന്റെ പേരിൽ അമ്മാർ റളിയല്ലാഹു തആല അൻഹു തലകീഴായിട്ട് തീക്കകത്തേക്ക് തലകീഴായി കെട്ടിത്തൂക്കയിട്ടിരിക്കുകയാ. പടച്ചവരെ തീ ഇങ്ങനെ ശരീരത്തേക്ക് പടരുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹാ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീക്കകത്ത് നിന്ന് രക്ഷപ്പെടുത്തുകയാ. തെള്ളി മാറ്റിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വന്ന് നോക്കുമ്പോ ശരീരം മുഴുവനും കരിഞ്ഞു പോയിട്ട് പടച്ചവരെ എല്ലുകൾ വെളിയിൽ കാണിച്ചിട്ട് അതാ അമ്മാർ റളിയല്ലാഹു തആല അൻഹു ഇരിക്കുകയാ. സുമയ്യ ബീവിയെ ശത്രുക്കൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ?
അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അമ്മാർ നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണെന്നോർ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണെന്ന് പറയുമ്പോ സുമയ്യ റളിയല്ലാഹു തആല അവിടെ കടന്നുകൊണ്ട് പറയുന്നു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. പടച്ചവരെ സ്വർഗത്തിലാണെന്ന് കേൾക്കേണ്ട താമസം സുമയ്യ ബീവി സന്തോഷം കൊണ്ട് പടച്ചവനാട് വലിയവനെന്ന് പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. അബൂജഹല് പഠിപ്പിച്ച കമ്പിയതാ പുറം ഭാഗത്തുകൂടെ കുത്തിയിറക്കുകയാ. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അതാ പുറം ഭാഗത്തുകൂടെ കമ്പി ഇങ്ങനെ കുത്തിയിറക്കുകയാണ്. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ വേദന സഹിക്കാൻ കഴിയാതെ സുമയ്യ റളിയല്ലാഹു തആല അൻഹ മരുഭൂമിയിലേക്ക് വീഴുകയാ. പടച്ചവരെ മണ്ണിലേക്ക് വീഴുമ്പോഴും തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണ് പറഞ്ഞ വാക്ക് അല്ലാഹുവാണ് വലിയവര്, അല്ലാഹുവാണ് വലിയവര്. അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. പടച്ചവനെ കാലെടുത്ത് കഴുത്തിൽ ഇങ്ങനെ ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തി വെക്കുകയാ. തന്റെ തല ഇങ്ങനെ മണ്ണിലേക്ക് ചവിട്ടി താക്കുമ്പോഴും പറഞ്ഞത് അല്ലാഹു വഹദ്. അബൂജഹലിന് ദേഷ്യം കൂടി സഹിക്കാൻ കഴിഞ്ഞില്ല. പിടിച്ചു മലർത്തി കിടത്തിയിട്ട് പടച്ചവരെ തന്റെ കയ്യിലിരുന്ന കുന്തമെടുത്തിട്ട് സുമയ്യാ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാണ്. റബ്ബേ, തന്റെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി ഇങ്ങനെ കുത്തിയിറക്കിയിട്ട് അത് വലിച്ചെടുക്കുമ്പോഴും സുമയ്യ പറഞ്ഞത് അല്ലാഹു വഹദ്. പടച്ചവരാട് വലിയവര്, പടച്ചവരാട് വലിയവര്. അവസാനം അല്ലാഹുവേ മണ്ണിലേക്ക് ചവിട്ടി താക്കുമ്പോ ഇസ്ലാമിന് വേണ്ടി ആദ്യമായിട്ട് ഷഹീദായ പെണ്ണ് മഹ്ദി സുമയ്യ. ആ സുമയ്യ പോകുന്ന സ്വർഗവാദിയും ചോദിക്കുന്നത്, എന്ത് യോഗ്യതയാ നിനക്കുള്ളത്, എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? പടച്ചവരെ തലമറക്കാത്തവള്, ജീവിയുടെ മുന്നിൽ പെറ്റുകിടക്കുന്ന പെണ്ണ്, എങ്ങനെയാ നിനക്ക് റബ്ബിന്റെ സ്വർഗത്തില് പോകാൻ കഴിയുന്നത്? മുസ്ലിം പെണ്ണുങ്ങൾ എങ്ങനാ? അവരല്ലാരെ പേടിക്കൂല, അവര് പടച്ചവരെ പേടിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് പെങ്ങളെ അതുപോലെ ജീവിക്ക് പൊന്നുമോള്. ഒരു മുസ്ലിം ആണെന്നുള്ള ഓർമ്മയോടെ ജീവിക്ക് പെങ്ങള്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവേ കത്തിച്ചു വെച്ചിരിക്കുന്ന തീക്കകത്തേക്ക് തലകീടായിട്ട് കെട്ടിത്തൂക്കിയിട്ട് തന്റെ മാംസങ്ങൾ കരഞ്ഞിട്ട് അതിനകത്ത് വീടുന്ന വെള്ളം വീണിട്ട് രക്തം വീണിട്ട് തീ മുഴുവനും അണഞ്ഞു പോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ അപ്പോഴും അമ്മാർ റളിയല്ലാഹു തആല അവിടെന്ന് പറഞ്ഞത് അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് അല്ലാഹനെ പേടിച്ച് ജീവിക്ക് പൊന്നുപോര്, അല്ലാഹനെ പേടിച്ച് ജീവിക്ക് പൊന്നുപോര്. എന്റെ പ്രിയമുള്ളവരെ, വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുന്ന കാലമാണല്ലോ. പ്രണയമില്ലാത്ത പെണ്ണുങ്ങളില്ല, പ്രണയമില്ലാത്ത ആണുങ്ങളില്ല. സ്കൂളിൽ പഠിക്കുന്നവർ മുതൽ 3-4 പെറ്റ ഉമ്മ വരെ എല്ലാവരും കണക്കാണല്ലോ. ഈ വിഷയത്തിൽ എല്ലാവരും സമന്മാരാണല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, 2 പാപങ്ങൾ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ. ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ തിരുത്തടേ. തിരുത്താ മനസ്സില്ലെങ്കിൽ നിന്റെ മക്കൾ യതീമായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മക്കളെ അധികം നാള് കാണാൻ നിനക്ക് യോഗമില്ല. നിന്റെ മക്കൾ ഉപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാ. അവരെ ഒന്ന്
സ്നേഹിക്കാ നിനക്ക് ഭാഗ്യമുണ്ടാകില്ല ചെറുപ്പക്കാരാ. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ പറയുന്ന രണ്ട് തെറ്റുകൾ നിനക്കോ നിന്റെ ഭർത്താവിനോ ഉണ്ടെങ്കിൽ മോളെ ഇന്ന് തൗബ ചെയ്ത് നിന്നാകട്. ഭർത്താവിന്റെ കാല് പിടിച്ചിട്ട് കരപെണ്ണ് പട്ടിണി കിടക്ക് പൊന്നുമോളെ. നിന്റെ ഭർത്താവിന്റെ ഈ മോശമായ സ്വഭാവം മാറ്റട്. അങ്ങനെ മാറ്റാ മനസ്സില്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കടിഞ്ഞാ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രണ്ട് തെറ്റുകൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് കുറഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തിരുത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? കുറച്ചു നേരം കൂടെ ഇരിക്കൂലേ? ആദ്യം നീ ഒന്ന് നേരെ ഇരിയില്ല. പ്രസവിക്കാൻ പെണ്ണുങ്ങൾ ഇരിക്കുന്നവർ ഇരിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ്. നിങ്ങൾ ഇരിക്കണ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. എഴുന്നേക്ക് എല്ലാവരും എഴുന്നേറ്റ്. പെണ്ണുങ്ങളൊക്കെ എഴുന്നേക്ക്. ഇല്ല ടിവിയുടെ എഴുന്നേറ്റോ ഇല്ല. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇരിക്കും. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഞാൻ നിർത്താം. രണ്ട് കാര്യം, പോകുന്നവരൊക്കെ ഓടുവാണ്. പോട്ടെ. ഇൻഷാ അല്ലാഹ്. സംഘാടകർക്ക് ബക്കറ്റ് എടുത്തില്ല എന്നൊരു വേദനയാണ്. ആൾക്കാർ എഴുന്നേറ്റ് പോകുന്നത് കാണുമ്പോൾ സംഘാടകർക്ക് വലിയ ബേജാറാ. എനിക്കൊരു ബേജാറുമില്ല. കാരണം എന്തേ? ഈ പോകുന്നവൻ ഇവിടെ ഇരുന്നാലും ഒന്നും തരൂല്ല. പിന്നെ പോയാൽ എന്തിരുന്നാലും ഞാനെങ്ങനെ ചിന്തിക്കാം? ഇരുന്നാൽ എന്ത് പോയാലെന്ത്? അള്ളാഹു നിങ്ങൾ വിധിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ട് തെറ്റുകൾ, രണ്ട് പാപങ്ങൾ ആരുടെ ജീവിതത്തിലുണ്ടോ അവന്റെ ആയുസ് അള്ളാഹു കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് നിർത്താറായ? നിങ്ങൾ തോന്നുന്നു നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിർത്താറായോ എന്ന്. എനിക്ക് സന്തോഷമുണ്ട്. നിർത്തിയിട്ട് പെട്ടെന്ന് പോകാൻ. നിർത്താറായോ? ഉസ്താദ് ബാക്കിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കും. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പൊക്കണം. ഞാൻ പൈസ ചോദിക്കും, ഒരുപാടൊന്നും ചോദിക്കൂല. ചെറിയൊരു പൈസ. വലിയ പിരിവൊക്കെ നാളെ. ഇന്നൊരു ചെറിയ പിരിവ് എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ചോദിക്കും. ചെറിയൊരു പൈസ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് കൊടുക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആയുസ് കുറച്ചു കളയുന്ന ഒന്നാമത്തെ തെറ്റ് വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വ്യഭിചാരം ആരുടെ വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അല്ലേ? വ്യഭിചാരം. ഓരോ ചെറുപ്പക്കാര് വല്ല ഗൾഫുകാരന്റെ ഭാര്യയും വിളിക്കുമ്പോ ഓടി പോകുമ്പോ നീ ആലോചിക്കണം, മോനെ നിന്റെ ആയുസാടാ കളയണേ. നിന്റെ ആയുസ് 50 വയസ്സ് വരെ 60 വയസ്സ് വരെ അള്ളാഹു എഴുതി വെച്ച ആയുസ് നേരത്തെ നീ കീറിക്കളയ. ഓരോ പെണ്ണിന്റെ മുന്നിൽ പോയി നീ കിടക്കുമ്പോഴും നീ ചിന്തിക്കണം, നിന്റെ വീട്ടിൽ നിന്റെ പൊന്നുമോൻ അള്ളാനെ ഒന്നും ഓർത്തില്ലെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ ഒന്ന് ഓർക്ക്. നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ പൊന്നുമോൻ അവൻ വാപ്പാ ഉമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ അല്ലാഹുവേ പ്രസന്നെ നീ പോയ ആ കുട്ടികളുടെ അവസ്ഥയെ നാലേക്ക്, നീ പോയ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ നാലേക്ക്. ആര് നോക്കും മോനെ? അല്ലാഹുവേ പെൺകുട്ടികളെ കെട്ടിക്കാനില്ലാതെ പള്ളിയുടെ മുന്നിൽ പോയി നിന്റെ ഭാര്യ യാചിക്കേണ്ട ഗതി അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വ്യഭിചാരം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആണിന്റെയും പെണ്ണിന്റെയും ഗുഹ്യഭാഗങ്ങൾ തമ്മിൽ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത്. കണ്ണിന് വ്യഭിചാരമുണ്ട്, ചെവിക്ക് വ്യഭിചാരമുണ്ട്, നാവിന് വ്യഭിചാരമുണ്ട്, കൈക്ക് വ്യഭിചാരമുണ്ട്. ഓരോ അന്യ പെണ്ണിനെ കാണൽ, അന്യ പുരുഷനെ കാണൽ കണ്ണിന്റെ വ്യഭിചാരം. മണിയറ രഹസ്യം നാവ് കൊണ്ട് പറയൽ. ഒരു പെണ്ണുങ്ങളൊക്കെ ജിയോ വന്നതോടുകൂടി കത്തീരാണല്ലോ വീടിനകത്തില്ലേ. രാവും പകലും കത്തിക്കാൻ ഇങ്ങനെ ഫോൺ, പൈസ ഒന്നും വേണ്ടല്ലോ, ജിയോ എടുത്തിട്ട് ഇങ്ങനെ ഉമ്മ ഒരു റൂമിൽ, മോൾ ഒരു റൂമിൽ, മോൻ ഒരു റൂമിൽ. അവരെ കൊണ്ടാണ് അംബാനി ജീവിക്കണമെന്ന് തോന്നുന്നു. ചില ചെറുപ്പക്കാരുടെ വിളി കണ്ട വിളിച്ചോ
ചെവിയുടെ വ്യഭിചാരം, അന്യ മോശമായ കാര്യങ്ങൾ കേൾക്കൽ, മോശമായ കാര്യങ്ങൾ പറയൽ, നാവിന്റെ വ്യഭിചാരം, അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊടൽ, കൈയുടെ വ്യഭിചാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാമുകിയുടെ വീട്ടിലേക്ക് പോകൽ കാലിന്റെ വ്യഭിചാരം. അതുകൊണ്ട് ശരീരത്തിന്റെ ഓരോ അവയവത്തിനും വ്യഭിചാരമുണ്ട്. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. രണ്ട് ആയുസ് കുറച്ചു കളയും. രണ്ടാമത്തെ കാര്യം, എന്റെ പെണ്ണുങ്ങൾ നല്ലതുപോലെ ഉറങ്ങാതിരുന്ന് കേൾക്കണം. 2 ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരന്റെ കാര്യം തീരുമാനമാകുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹറാമായ സമ്പത്ത്, പണം മതിയല്ല എല്ലാവർക്കും. അതവനെ മൂട്ടിച്ചിട്ടാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, പലിശക്കെടുത്തിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, കള്ള് കച്ചവടം നടത്തിയിട്ടാകട്ടെ, സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കഞ്ചാവ് കൊടുത്തിട്ടാകട്ടെ. അല്ലാഹു അക്ബർ. യവനൻ വലിയവനല്ല, വലിയവന് 50 60 വയസ്സുള്ളവനല്ല. സ്കൂളിൽ പഠിക്കുന്ന 15 വയസ്സുള്ള മക്കൾക്ക് കഞ്ചാവും മയക്കുമരുന്നും കൊടുത്തിട്ടാകട്ടെ, പണം മതി, പണ്ടം നിറച്ചാ മതി. അല്ലാഹുവേ പടച്ചവനെ, ഇല്ലേ മുസ്ലിം പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ കച്ചവടം തുടങ്ങിയിരിക്കണ, ആണുങ്ങളൊക്കെ മാറി. ആണുങ്ങൾ ഫീൽഡ് വിട്ടപ്പോ കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പെണ്ണുങ്ങൾ ഇറങ്ങിയിരിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സമ്പത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട ചെറുപ്പ പെണ്ണെന്നറിയുമോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവ്, രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട്, വൈകുന്നേര സമയത്തിന് പൈസ ഒന്നും കിട്ടാതെ, ഭക്ഷണമൊന്നും കിട്ടാതെ, വൈകുന്നേരത്ത് വെറും കൈയോടെ ഈ വീട്ടിലേക്ക് കയറി വന്നാൽ ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കാൻ തയ്യാറാ, ഹറാമിന്റെ പൈസയുമായിട്ട് ഈ വീട്ടിലേക്ക് വരല്ലേ എന്ന് ഭർത്താവിനോട് ഓർമ്മപ്പെടുത്തുന്ന പെണ്ണിന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ സഹോദരിമാരെ, അല്ലാഹുവേ പണത്തിനോട് വല്ലാത്ത ആർത്തി വേണ്ട, സമ്പത്തിനോട് വല്ലാത്ത മോഹം വേണ്ട. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, കണ്ണു കച്ചവടവും കഞ്ചാവും മയക്കുമരുന്നും പടച്ചവരെ കൊട്ടേശം പണി പോലും നടത്തുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ. എല്ലാവർക്കും പണം മതിയല്ലോ. എന്റെ പൊന്നുമോനെ, പണത്തിന്റെ പുറകെ പോകണ്ട. അതുകൊണ്ട് നിനക്കൊന്നും നേടാനില്ല. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനെ പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ള പെങ്ങളെ, നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുവോ? നമ്മുടെ വീട് എങ്ങനെയാകണമെന്നറിയുവോ? പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പള്ളിയുടെ മുന്നിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ കണ്ടിട്ട് കരയാൻ തുടങ്ങി, കണ്ണുനീരിങ്ങനെ വലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ മിസ്അബ് വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ കരയുന്നത്? എന്തേ നബിയേ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മിസ്അബേ, നിന്റെ പഴയ കാലം ഓർത്തിട്ട് കരഞ്ഞതാ മിസ്അബേ. ആരാ മിസ്അബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്ന മിസ്അബ്. സ്വർണത്തിന്റെ വസ്ത്രമാണ് മിസ്അബ് ധരിച്ചിരുന്നത്. മിസ്അബ് കുതിരയുടെ മുകളിലിരുന്ന് പോകുന്നത് കാണാ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തിരിക്കുമായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മിസ്അബ് റളിയല്ലാഹു തആല ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. പക്ഷേ മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചത് തന്റെ ഉമ്മാനെയായിരുന്നു. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമ്മ അറിഞ്ഞാലുള്ള അവസ്ഥയെ കുറിച്ച് മിസ്അബിന് വല്ലാത്ത പേടിയായിരുന്നു. അവസാനം മിസ്അബിന്റെ ഉമ്മ മുസ്ലിമായി എന്നറിയുമ്പോ വീടിനകത്ത് പട്ടിണിക്കിട്ട് തല്ലി ചതയ്ക്കുകയാ. ഇന്നലെ വരെ യജമാനെന്ന് വിളിച്ചിരുന്ന വീട്ടിലെ ജോലിക്കാരെ മുഴുവനും മിസ്അബിനെ വീടിനകത്തിട്ട് തല്ലി ചതയ്ക്കുകയാണ്. ശരീരം മുഴുവനും രക്തത്തിൽ കുളിച്ചു കിടക്കുക.
കിടക്കുകയാ. എന്ത് ചെയ്തിട്ടും ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ അതാ ഇവനെ വീടിന്റെ വെളിയിൽ കൊണ്ട് വലിച്ചെറിയാൻ പറഞ്ഞു. വീട്ടിലെ വേലക്കാര് മുഴുവനും മിസ്അബ് റളിയല്ലാഹു തആല ഇവര് വീടിന്റെ വെളിയിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. അല്ലാഹുവേ, മിസ്അബ് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ തുടങ്ങുമ്പോ ഉമ്മ വിളിക്കുന്നു, മിസ്അബേ ഇവിടെ നിന്നിറങ്ങിപ്പോയാ എന്റെ സമ്പത്തിൽ നിന്ന് ഒരു രൂപ പോലും നിനക്ക് ഞാൻ തരൂല മിസ്അബേ. ഈ മക്കയുടെ പകുതിയും എന്റെതാ മോര്, ഈ മക്ക രാജ്യത്തിന്റെ പകുതിയും എന്റെതാ പൊന്നുപോര്, നിനക്ക് ഒരു രൂപ പോലും ഞാൻ തരില്ലെന്ന് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇട്ടിരുന്ന വസ്ത്രപൂരി ഉമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടിരും നിങ്ങളുടേതാണ്, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിറങ്ങി പോകുമ്പോ അതാ ഉമ്മ ശപിക്കുകയാ, ഉമ്മ ശപിക്കുകയാ. അവിടെന്ന് പറയുന്നു, മിസ്അബ് ഇനി ഒരിക്കൽ പോലും നീ എന്നെ ഉമ്മായെന്ന് വിളിക്കല്ലേ, യാ മരിച്ചാ പോലും നീ എന്നെ കാടാവരല്ലേ. എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞതെന്നറിയുവോ? റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്, ഒരു പുതപ്പ് പുതച്ചിട്ടാണ് നടന്നു വരുന്നത്. ആ പുതപ്പാണെങ്കിലോ 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വെച്ചിരിക്കുന്ന പുതപ്പാ. ഇത് കണ്ടിട്ടാ റസൂലുള്ളാഹി കരഞ്ഞത്. അവിടെന്ന് ചോദിച്ചു, മിസ്അബേ എന്തിനാ മിസ്അബേ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗ്ഗത്തിലെ വസ്ത്രം ധരിക്കാനാ നബിയേ, സ്വർഗ്ഗം കണ്ട് മരിക്കാനാ നബിയേ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാന ഉഹുദിന്റെ രണാകണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഹാബത്ത് മുഴുവനും മയ്യത്ത് കഫം പൊതിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു മയ്യത്ത് പൊതിയുന്നില്ല. സഹാബത്ത് മയ്യത്തിന്റെ മുന്നിൽ നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാ കരയുന്നത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ, മയ്യത്ത് പുതിയ കഫൻ തുണി പോലുമില്ല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു തലമറയ്ക്കുമ്പോ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോ തല വെളിയിലാണ്. അവസാന തലമറച്ചിട്ട് കഫൻ പൊതിഞ്ഞു, രണ്ട് കാലും വെളിയിൽ കിടക്കുകയാണ്. പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി, പുല്ല് പറിച്ചു കൊണ്ടുവന്ന് കാലിൽ വെച്ച് കെട്ടി. പടച്ചുറപ്പ് പടച്ചുറപ്പ്. അവസാന നമസ്കാരം കഴിഞ്ഞ് കബറിനകത്തേക്ക് മയ്യത്തിറക്കുമ്പോ കാലിൽ കെട്ടിവെച്ചിരിക്കുന്ന പുല്ലം കഴിഞ്ഞു പോയി. എല്ലാവരും കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് കബറിന്റെ ചാരത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, സഹാബാ, മരിച്ചാ മിസ്അബിനെ പോലെ മരിക്കണേ സഹാബാ. പണത്തിന്റെ പുറകെ കിടന്ന് നെട്ടോട്ടമോടുന്ന യുവത്വേ, മരിച്ചാ മിസ്അബ് മരിച്ചതുപോലെ മരിക്കണം. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബതിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്ന സമ്പത്തും തന്റെ ജീവിതവും തന്റെ കുടുംബവും അല്ലാഹുവിന് കൊടുത്തിട്ട് പകരം സ്വർഗം വാങ്ങിയിട്ട് സ്വർഗം കണ്ടിട്ട് മരിക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുമ്പോ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട്, അല്ലാഹുവേ, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത പാവങ്ങൾക്ക് വേണ്ടിയാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. പടച്ചവരെ, 15 കുടുംബത്തിന് ഓരോ മാസവും പടച്ചവരെ 1000 രൂപ വെച്ച് പടച്ചവരെ ഈ പാവപ്പെട്ട മക്കൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാ. 500 രൂപ വെച്ചാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഉസ്താദേ, ഈ വർഷം മുതല് 1000 രൂപ വെച്ചൊരു കുടുംബത്തിന് ഒരു മാസം കൊടുക്കണം ഉസ്താദേ. അല്ലാഹുവേ, ഒരു മാസം അവർക്ക് 15000 രൂപയാ ചിലവാകുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ, അല്ലാഹു നിനക്ക് ജോലി തന്നല്ലോ,
തന്നല്ലോ, അള്ളാഹു നിനക്ക് വീട് തന്നല്ലോ, അള്ളാഹു നിനക്ക് തിന്നാ ഭക്ഷണം തന്നല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാ വകയില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ആ ബക്കറ്റിനകത്തേക്ക് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്കയിടട്. അല്ലാഹുവേ, ഇട്ടാ കിട്ടുന്ന പ്രതിഫലം പറഞ്ഞു തരാ. ചെറുപ്പക്കാരാ, പൈസ ഇട്ടാൽ ആ ബക്കറ്റിനകത്ത് നിന്റെ പോക്കറ്റിനകത്ത് ഇരിക്കുന്നതിലൊരു നല്ല സദക്ക, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസയെങ്കിലും പടച്ചവരെ, ഒരു നേരത്തെ മരുന്നിന്റെ പൈസയാണല്ലോ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് വേണ്ടിയാണല്ലോ. ഇട്ടാൽ അല്ല തരുന്ന പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. അല്ലാഹു ദുനിയാവിൽ നിനക്ക് 3 പ്രതിഫലം തരും. അല്ലാഹു പരലോകത്ത് നിനക്ക് 3 പ്രതിഫലം തരും. മരണത്തിന് മുമ്പ് 3 പ്രതിഫലം, മരണത്തിന് ശേഷം 3 പ്രതിഫലം. എന്റെ പ്രിയമുള്ളവരെ, മറക്കല്ലേ, മറക്കല്ലേ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാ. നിന്നെയും ഇതുപോലെയാക്കാൻ അല്ലാഹുവിന് കഴിവുണ്ട്. വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോ പള്ളിയുടെ മുന്നിൽ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനെ കണ്ടിട്ടുണ്ടല്ലോ. അവന്റെ മുഖത്തേക്ക് 10 രൂപ എടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന പണക്കാരാ, നിന്റെ ഭാര്യയും ഇതുപോലെ പള്ളിയുടെ മുന്നിൽ കൊണ്ടുപോയിരുത്താൻ അല്ലാഹു എന്റെ പ്രിയമുള്ള മക്കളെ, ഒരു നല്ല ഭർത്താവിനെ നിനക്ക് വേണോ? സ്വന്തം മോൾക്ക് നല്ല ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെണ്ണ്, ഈ ബക്കറ്റിനകത്ത് 1 രൂപ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം. പൊന്നുമോളെ, നിനക്ക് അല്ലാഹു ഒരു നല്ല ജീവിതം തരും പെണ്ണ്. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ കരയുന്ന പെങ്ങളെ, അല്ലാഹു ആ മനുഷ്യനെ നന്നാക്കി തരും പെണ്ണ്. നിന്റെ ഭർത്താവിനെ അല്ലാഹു നന്നാക്കും പെണ്ണ്. ഭാര്യയുടെ പരിഹാസവും കുത്തുവാക്കുകളും കേട്ട് കേട്ട് മടുത്തിട്ട് കണ്ണീര് കുടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ ബക്കറ്റിനകത്ത് പൈസ ഇട്ടാ അല്ലാഹു നിനക്ക് തരുന്ന 1ാമത്തെ പ്രതിഫലം, നിന്റെ ഭാര്യ അല്ലാഹു നന്നാക്കി തരും. 2, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ തെരഞ്ഞെടുക്കുകയാ. ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി, ഉമ്മു സുലൈമിന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, 2 പേരും അടുത്തടുത്ത് നടന്നു വരുമ്പോ 3ാമതൊരു പ്രായമുള്ള മനുഷ്യനും കൂടെയുണ്ട്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല നോക്കുമ്പോ അല്ലാഹുവേ, പ്രായമുള്ള ഒരു മനുഷ്യനും കൂടെയുണ്ട്. വീടിനകത്തേക്ക് സലാം പറഞ്ഞു കടന്നു വന്നു. ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ, ആരാ തൽഹ? ഒരു പ്രായമുള്ള മനുഷ്യന് കൂടെയുണ്ടല്ലോ. അവിടെന്ന് പറയുന്നു, പെണ്ണ്, ഇശാ നമസ്കാരം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു ചോദിക്കുന്നു, സഹാബാ, ഒരു വഴിയാത്രക്കാരനുണ്ട് സഹാബാ, ആരാ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, ഞാൻ കൊടുക്കാ നബിയേ, ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ ആഗ്രഹത്തോടെ വിളിച്ചു കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. ഉമ്മു സുലൈം ഇരുന്ന് കരയാൻ തുടങ്ങി. അവിടെന്ന് ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അബൂ തൽഹ, ഇന്ന് നമ്മൾ 2 പേരും പട്ടിണി ുള്ള സാലിഹായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനോട് പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരട്ടെ. നല്ല പെണ്ണുങ്ങൾ എങ്ങനെയാണ്? സാലിഹായ പെണ്ണുങ്ങൾ എങ്ങനെയാണ്? പെണ്ണെ, നീ ഇതുപോലെയാകണം. പെണ്ണെ, നീ ഇതുപോലെയാകണം. നിന്റെ ജീവിതം സ്വർഗമാകണോ? നിന്റെ ജീവിതം സമാധാനമുള്ളതാകണോ? നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകണോ? റബ്ബിന്റെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണോ? പെങ്ങളെ, നീ ഇങ്ങനെ ആകണം പൊന്നുമോളെ. ഉമ്മു സുലൈം പറയുകയാ, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഞാനൊരു വഴി പറഞ്ഞു തരാ. ഒരു പാത്രത്തിനകത്ത് ഭക്ഷണം എടുത്തു വെച്ചിട്ട് നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. നമുക്ക് 4 പേർക്കും കൂടെ തിന്നാനിരിക്കാ. 11 വയസ്സുകാരനോട് ഉമ്മ വിളിച്ചു പറയുന്നു, അനസേ, എല്ലാവരും പാത്രത്തിനകത്ത് ഭക്ഷണം കഴിക്കാൻ കൈയിടുമ്പോ എന്റെ പൊന്നുമോന് വിളക്കം അണച്ച് കളയണേ അനസേ.
എന്നിട്ട് എന്റെ മോന് ഭക്ഷണം വാരി കഴിക്കല്ലേ, ഇന്ന് നമുക്ക് പട്ടിണിയിരിക്കാം മോനെ, ഈ പാവപ്പെട്ട മനുഷ്യനിന്ന് ഭക്ഷണം കൊടുക്കാ. എന്റെ പ്രിയമുള്ളവരെ, ഭക്ഷണം എടുത്തു വെച്ചു. 4 പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു. 11 വയസ്സുകാരൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കും, ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആര് പറയുന്നത് അനുസരിക്കേണ്ടത്? എന്താണ് അനുസരിക്കേണ്ടത്? അനസന്ന പൊന്നുമോന്, സാലിഹായ പൊന്നുമോ, അല്ലാഹുവേ വിളക്കങ്ങണയ്ക്കുകയാ, വിളക്കങ്ങണയ്ക്കുകയാണ്. പടച്ചവരെ, പട്ടിണിയിരിക്കുകയാണ്. അവസാനമാ വന്ന മനുഷ്യനെ ഭക്ഷണം കഴിച്ച് ദുആ ചെയ്തിട്ട് ഇറങ്ങി പോവുകയാ. അന്ന് രാത്രി അവര് 3 പേരും പട്ടിണി കിടക്കുകയാ. ഒരു ഭാര്യയും ഭർത്താവും 11 വയസ്സുകാരരും. പടച്ചവരെ, പട്ടിണി കിടന്ന് തളർന്ന് അവസാനം ഉറങ്ങിപ്പോയി. അവസാന സുബഹിന്റെ സമയത്ത് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അതാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാ. ഭർത്താവെന്ന് പറഞ്ഞു പതിനൊന്ന് വയസ്സായി മോനെ, നിസ്കരിക്കണം പൊന്നുമോനെ, നിസ്കരിക്കണം പൊന്നുമോനെ. നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ വാപ്പ നിന്നെ ചുമരിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോ, നീ രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകാൻ എഴുന്നേൽക്കുമ്പോ നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യയെ വിളിച്ചെടുത്തുവോ. അടുത്ത റൂമിൽ കിടക്കുന്ന 18 വയസ്സുള്ള 19 വയസ്സുള്ള സ്വന്തം മക്കളെ ഒന്ന് നമസ്കരിക്കാ വിളിച്ചെടുത്തുന്ന എത്ര ഉപ്പമാരുണ്ട്. വിളക്കണച്ചട്ട് നിന്റെ വീടിനകത്ത് നടത്തിയ വിരുന്ന് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ വീടിനകത്ത് ഇന്നലെ രാത്രി നടന്ന കാര്യം എങ്ങനെ അറിഞ്ഞു നബിയേ? അങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തൽഹ, ഇന്നലെ നിന്റെ വീട് കാണാ മലക്കുകളുടെ തിരക്കായിരുന്നു അബൂ തൽഹ. നീയും നിന്റെ ഭാര്യയും ഈ പുന്നൂര് പട്ടിണി കിടക്കുന്നത് കാണാ. സുബഹി വരെ നിന്റെ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നു തൽഹ. എന്റെ പ്രിയമുള്ളവരെ, ഒരു നേരത്തെ മരുന്നിന് വേണ്ടിയല്ലേ, ഒരു കുടുംബത്തിന്റെ 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയല്ലേ അല്ല നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം? നിന്റെ വീട് കാണാൻ മലക്കുകൾ വരികയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, തൽഹ, ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു തൽഹ. ഖുർആനിൽ ഒരായത്ത് ഇറങ്ങി തൽഹ. ഖുർആൻ പറഞ്ഞ വീടേതാ? ഖുർആൻ പറഞ്ഞ വീടേതാ? വല്ലദീന തബവ്വഉദ്ദാറ വല്ലീമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതൂ വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസാ വമൻ യൂക ശുഹ നഫ്സിഹി. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറഞ്ഞ വീടാ. അതുകൊണ്ട് 15 പാപങ്ങൾക്ക് 1 മാസത്തെ ഭക്ഷണത്തിന്റെ പൈസയാ, അവരുടെ മരുന്നിന്റെ പൈസയാ. നീ ഒരുപാടൊന്നും കൊടുക്കണ്ട. ഒരു ദിവസം നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും തിന്നു തീർക്കുന്ന 1 ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ മതി ചെറുപ്പക്കാരാ. അല്ലാഹുവേ, ദുനിയാവിലെ പ്രതിഫലം പറഞ്ഞു, ഇനി മരണത്തിന് ശേഷമുള്ള പ്രതിഫലം കേൾക്കണ്ടേ? ഇനി മരണത്തിന് ശേഷം
ശേഷമുള്ള പ്രതിഫലം എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പൊന്നുമോനെ പൊന്നുമോനെ ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താൽ പെങ്ങളെ നീ എപ്പോഴും പറയും പ്രസവ വേദന മരണവേദനയാ പ്രസവ വേദന മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണ് നീ മരണവേദന അനുഭവിച്ചവളാണല്ലോ പ്രസവ വേദന അനുഭവിച്ചവളാണല്ലോ ഇതിനെത്ര വേദനയുണ്ടെങ്കിൽ മരണത്തിനെത്ര വേദനയാ പെങ്ങള് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒന്നാമത് പ്രതിഫലം ഈ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഒരു മാസത്തെ ഭക്ഷണത്തിന്റെ പൈസ കൊടുത്താ അല്ലാഹ് നിനക്ക് ആയിഷ അതുകൊണ്ടല്ലേ മരണവേദന സഹിക്കാൻ കഴിയാതെ മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ ചിലര് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്താറുണ്ട് അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ അല്ലാ അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ